ഇവിടെ പാവപ്പെട്ടവനായതുകൊണ്ട് ജാക്ക് ജീവിക്കാൻ വേണ്ടി പല ജോലികളും ചെയ്യുന്നു. ഒരു ദിവസം ജാക്കിന് ഒരു പണക്കാരൻ വിളിച്ചുകൊണ്ട് പോയിട്ട് ജാക്കിന്റെ മുത്തശ്ശൻ മരിക്കുന്നതിന് മുൻപ് അവന് വേണ്ടി റെക്കോർഡ് ചെയ്തു വെച്ച ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. അതിൽ മുത്തശ്ശൻ അവനോട് അയാളുടെ 300 കോടിയിലേറെ വില വരുന്ന സ്വത്തുക്കള് അവന് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയും. പക്ഷേ അതിനായിട്ട് ചില കണ്ടീഷൻസ് എല്ലാം ഉണ്ട്. 30 ദിവസത്തിനുള്ളിൽ ജാക്ക് 30 കോടി രൂപ ചിലവഴിക്കണം. പക്ഷെ അതൊന്നും ആരും തന്നെ അറിയാൻ പാടില്ല. അതിൽ 1 രൂപ പോലും കുറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ സ്വത്തുക്കളൊന്നും ലഭിക്കില്ലെന്നും അതെല്ലാം ചാരിറ്റിയിലേക്ക് പോവെന്നും ആ വീഡിയോയിൽ പറയുന്നു. അങ്ങനെ അവന് ആ കണ്ടീഷൻസിനെല്ലാം സമ്മതിക്കുന്നു. കോടികൾ മുൻപിൽ കണ്ട അവന് ആകെ തല കറങ്ങി വീണു പോവും. പക്ഷെ എങ്ങനെയെങ്കിലും അതെല്ലാം ചിലവാക്കി തീർക്കാനായിട്ട് അവന് ആദ്യം തന്നെ ഒരു ഫുട്ബോൾ ക്ലബ്ബ് വിലക്ക് വാങ്ങിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ഫുട്ബോൾ താരം ആരാണെന്ന് കമന്റ് ചെയ്യൂ. പിന്നീട് ജാക്ക് ആ ഫുട്ബോൾ ക്ലബിലുള്ള 100 പേർക്കും താമസിക്കാനായിട്ട് ഒരു 5 സ്റ്റാർ ഹോട്ടല് ഒരു മാസത്തേക്ക് വാടകയ്ക്കായി എടുക്കുകയും ആ പൈസ ലാവിഷായിട്ട് ചിലവഴിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കഥയുടെ അവസാനം ജാക്കിന്റെ ഗേൾഫ്രണ്ടിനെ ആരോ തട്ടിക്കൊണ്ട് പോയിട്ട് 10 കോടി രൂപ ആവശ്യപ്പെടുന്നു. എന്നാൽ മുത്തശ്ശന്റെ കണ്ടീഷൻ പ്രകാരം 10 കോടി ഇങ്ങനെ ചിലവാക്കി കഴിഞ്ഞാൽ ജാക്ക് ആ ഗെയിമിൽ തോറ്റു പോവായിരുന്നു. എന്നാൽ അതെല്ലാം അറിഞ്ഞിട്ടും പണം പോവാണെങ്കിൽ പോവട്ടെ എന്ന് കരുതി അവന് 10 കോടി രൂപ കൊടുത്ത് ആ ഗേൾഫ്രണ്ടിനെ രക്ഷിക്കുന്നു. പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുത്തശ്ശന് അവന് വെച്ച അവസാനത്തെ ടെസ്റ്റ് ആയിരുന്നു. അത് ജയിച്ചതോടുകൂടി ആ 300 കോടി സ്വത്തുകൾ അവന് കിട്ടുകയും അവൻ കോടീശ്വരനായി മാറുകയും ചെയ്യുന്നു. അങ്ങനെ അവസാനം അവൻ ആ ഗേൾഫ്രണ്ടിനെ കല്യാണം കഴിച്ച് ഹാപ്പിയായി ജീവിക്കുന്നു.